ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ബുൾസയൊക്കെ അടിച്ചിട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ദിവസം ഇന്ന് തുടങ്ങുന്നത്. ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്, അത് ഞാൻ പറയാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. ഡ്യൂട്ടിക്കൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ക്രോയ്സൻറ്റും ചായയും കിട്ടി. ചായ അല്ല, കാപ്പിയാണ് കിട്ടിയത്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ചോറ് തിന്നാനുള്ള സമയമായിരുന്നു കേട്ടോ. ചോറിൻ്റെ കാര്യമാണെങ്കിൽ പറയാണ്ട, ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. നല്ല പടവലങ്ങ തോരനും ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അടിപൊളി ചമ്മന്തിയും കൂടെ നല്ല സ്പെഷ്യലായി ഫ്രൈ ചെയ്തെടുത്ത വറ്റ മീനും പിന്നെ വെള്ളരിക്കയും ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയും. ഇതൊക്കെ ആവുമ്പോൾ പറയാണ്ട മച്ചാൻ, അത് പോരളിയാ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോണത് എയർപോർട്ടിലേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബോസ് നാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷാബിക്ക് മനാഫിക്കും കൂടിയിട്ട് എയർപോർട്ട് പോകുമായിരുന്നു കേട്ടോ. മനാഫ്ക്കൊക്കെ ആണെങ്കിൽ ആകെ കൺഫ്യൂഷനായിരുന്നു എങ്ങനെ കെട്ടിപ്പിടിക്കും എന്നുള്ളത്. നമ്മുടെ യോധയിലത്തെ ലാലേട്ടൻ്റെ അവസ്ഥയായിരുന്നു. അങ്ങനെ ബോസാണെങ്കിൽ വല്ല മമ്മൂട്ടിക്ക് വരുന്ന മാതിരിയായിരുന്നു വന്നിരുന്നത്. വന്ന പാടന്നെ സ്നേഹസമ്പന്നമായ കളങ്കല്ലാത്ത കെട്ടിപ്പിടുത്തല്ലേ. അങ്ങനെ ആ കെട്ടിപ്പിടുത്തും സ്നേഹം പങ്കിടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നുട്ടാ. പിന്നത്തെ കാര്യം പറയാണ്ട, പെട്ടി പൊട്ടിക്കൽ തന്നെയായിരുന്നു. നല്ല അടിപൊളി ബീഫും മാങ്ങയും നേന്ത്രപ്പഴവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൂടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷാജിഖാൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നെയ്യപ്പമായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4 തന്നെ ഉണ്ട് തിന്ന്. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.